നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു തിരുവനന്തപുരം യാത്ര തരായ സമയത്ത് ഞങ്ങൾ ആലോചിച്ചു, എല്ലാ ദിവസവും ഒന്നും മുടങ്ങാതെ വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല, തിരുവനന്തപുരത്ത് നിന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ഇവിടുത്തെ മനോഹരമായ ഞങ്ങൾ കണ്ട കുറച്ച് കാഴ്ചകളിലൂടെ നിങ്ങളിലേക്ക് ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങളൊക്കെ എത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഞങ്ങൾ തിരിച്ച് ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് കണ്ട ആ ഒരു കാഴ്ചകൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഡിവൈൻ ഫീലൊക്കെ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എത്രത്തോളം ശരിയാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളുടെ കണ്ണിന് സ്ഥിരമായിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വയ്ക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു ഉദ്യമത്തിൽ പെടും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നു, പത്മനാഭസ്വാമിയെ തൊഴുതു. വളരെ മനോഹരമായി തൊഴാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ദീപാരാധന തന്നെ കാണാൻ സാധിച്ചു. 3 വാതിലും തുറന്നുകൊണ്ട് തന്നെ കാണാൻ സാധിച്ചു. നരസിംഹമൂർത്തിയുടെ ദീപാരാധന ഉണ്ടായിരുന്നു, അത് കണ്ട് തൊഴാൻ സാധിച്ചു. തിരുവമ്പാടി കൃഷ്ണനെ കാണാൻ സാധിച്ചു. മാത്രമല്ല തിരുവോണ ദിവസമാണ് ഇവിടെ പത്മനാഭൻ്റെ മണ്ണിലെത്താൻ സാധിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പൊന്നിൻ ശിവേലി കണ്ട് തൊഴാൻ സാധിച്ചു കേട്ടോ. അത് വലിയ അത്ഭുതമാണ്. ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയേ ആയിരുന്നില്ല. അത് മാത്രമല്ല, പ്ലാൻ ചെയ്തിട്ടുള്ള യാത്രയായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ വന്നത് തിരുവോണ ദിവസമാണെന്നും ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ പൊന്നിൻ ശിവേലി ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ തിരുവോണ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്നുള്ളതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. പലതരം വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ആ ശിവേലി കണ്ണിന് വളരെയധികം ആനന്ദദായകമായിരുന്നു കേട്ടോ. പലതരം വാദ്യഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം വാദ്യഘോഷങ്ങൾ. എന്താ പറയുക, ശംഖിൻ്റെ നാദം, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡിവൈൻ ഫീൽ തോന്നുന്ന എല്ലാ നാദങ്ങളും ഉണ്ടായിരുന്നു. ഓടക്കുഴലിൻ്റെ, മകുടിയുടെ, ശംഖിൻ്റെ, അത്തരം വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പ്, 3 ഈശ്വരന്മാരെയും കണ്ണ് നിറയെ കണ്ട് തൊഴുത്. അതുമാത്രമല്ല, നീലാംബരി രാഗത്തിൽ ഭഗവാനെ ഉറക്കുന്ന ആ ഒരു വാദ്യവും കൂടി കേട്ടതിന് ശേഷമാണ് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചത്. ഇതെല്ലാം പുതിയ അനുഭവങ്ങളാണ്. ആദ്യം ഞാനിവിടെ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ 24 ജനുവരിയിൽ വന്ന സമയത്ത് ഒരുപാട് ട്രോൾ വീഡിയോസൊക്കെ വന്ന സമയമായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമത്തിൽ ഇനി ഒരിക്കലും വീഡിയോ ചെയ്യില്ല, ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും മുമ്പിൽ വരില്ല എന്നുള്ള തീരുമാനത്തിൽ ആ ഒരു പത്മനാഭൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് കുറച്ചിങ്ങോട്ട് നീങ്ങിയ സമയത്ത് അവിടെ തന്നെ കാര്യക്കാരനായിട്ടുള്ള ഇപ്പോൾ എൻ്റെ അനിയൻ്റെ സ്ഥാനത്തുള്ള ഹരികൃഷ്ണൻ എന്ന അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, വീഡിയോ ചെയ്യുന്ന ഓപ്പോളല്ലേ, ഞാൻ കാണാറുണ്ട്, അപ്പോൾ എന്തായാലും വീഡിയോസൊന്നും മുടങ്ങാതെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ ഒരു പത്മനാഭസ്വാമി തന്ന ധൈര്യത്തിലാണ് പിന്നെയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒന്നുകൂടി നന്ദി പറയാനുള്ള ഒരു അവസരവും കൂടി ആയിട്ട് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ 2025 മെയ് മാസത്തിൽ ഇവിടെ വരുന്നത്. എന്തായാലും ഇനി എല്ലാ വർഷവും മുടങ്ങാതെ പത്മനാഭൻ്റെ മണ്ണിൽ വരാൻ സാധിക്കട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക്. ഇന്ന് ഞാൻ ദ്വാരകാധീശനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചായിട്ടോ പറയാൻ വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണന്മാരെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, രുക്മിണി കൃഷ്ണന്മാരെ കുറിച്ചും പറയുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ രുക്മിണി കൃഷ്ണന്മാരെ കുറിച്ചും പറയണമല്ലോ അല്ലേ. എനിക്കറിയാവുന്ന കഥകളിലെ രുക്മിണി പ്രണയകലഹവും രുക്മിണി സ്വയംവരവും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ രുക്മിണിയുടെ വിശേഷങ്ങൾ, രാധാകൃഷ്ണന്മാരെ പോലെ തന്നെ രുക്മിണി കൃഷ്ണന്മാരുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഈ ഒരു അന്തരീക്ഷത്തിലിരിക്കുമ്പോൾ എനിക്ക് ആ വൃന്ദാവനവും അതുപോലെ തന്നെ ദ്വാരകയൊക്കെ ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു കഥ പറയാൻ തോന്നുന്നത്. രുക്മിണി സ്വയംവരം കഥയാണ് ഞാനിന്ന് പറയാൻ എൻ്റെ മനസ്സിലിപ്പോൾ വരണത് കേട്ടോ. ദ്വാരകയിൽ ആദ്യമായിട്ട് ദ്വാരകാ നിർമ്മാണം കഴിഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് യാദവരെ എല്ലാവരെയും ഭഗവാൻ ആ ദ്വാരകയിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും അതുപോലെ തന്നെ ദ്വാരക നിർമ്മാണം കഴിഞ്ഞ് ആദ്യം വേണ്ടത് ഒരാഘോഷം തന്നെയാണല്ലേ. ആദ്യത്തെ ആഘോഷം അവിടെ ഉണ്ടായിരുന്നത് ബലരാമസ്വാമിയുടെ വിവാഹമാണത്രേ. അങ്ങനെ ബലരാമൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നത് അനേകം ഈ യാദവരെല്ലാവരും അവിടെ ഉണ്ടെങ്കിലും ഗോപീഗോപന്മാരും അല്ലെങ്കിൽ യശോദാനന്ദന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നും ആ സമയത്ത് ഭഗവാൻ ഓരോ ദിവസവും യശോദാനന്ദന്മാർ പോവാനായിട്ട് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോവാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഭഗവാൻ പറയത്രേ, ഇന്ന് പോവണ്ട, ഇന്ന് ആയില്യം നക്ഷത്രമാണ്, ഇന്ന് യാത്രയ്ക്ക് നല്ലതല്ല എന്ന് പറയും. അതല്ലെങ്കിൽ ഇന്ന് പോകാൻ പാടില്ല, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഇറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ഭഗവാൻ ശ്രമിച്ചിരുന്നു അത്രേ. അത് മറ്റൊന്നും കണ്ടല്ല, ഇത്രയെന്ന് ലാളിച്ചാലും
ദേവകിക്ക് യശോദയാവാൻ സാധിക്കില്ല എന്ന് ഭഗവാന് തോന്നിയതുകൊണ്ടാണത്രേ. ഭഗവാന്റെ ആ ഒരു വിണ്ണകൃഷ്ണൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ എല്ലാ ലീലകളും കണ്ടിരിക്കുന്നത് യശോദമ്മയാണ്. കണ്ടിരിക്കുന്നത് മാത്രമല്ല, യശോദമ്മയ്ക്ക് ആ ഒരു അത്രയും ലാളിക്കാനുള്ള കഴിവ് അത് യശോദമ്മയെ കഴിഞ്ഞേ മറ്റാർക്കും ഉള്ളൂ എന്നാണ്. അപ്പോൾ യശോദമ്മയുടെ ആ ഒരു വാത്സല്യം അത് എത്ര അനുഭവിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണന് മതിയാവലില്ല. അതുകൊണ്ട് തന്നെ അമ്മ പോവണ്ട എന്നുള്ളതാണ് അത്രേ ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു തീരുമാനം. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ നന്ദഗോപര് പറഞ്ഞു, ഇന്നിനി എന്തായാലും ഇറങ്ങാതെ വയ്യ ഉണ്ണി, ഇനി രാമൻ്റെ ഉണ്ണിയെ കാണാനോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ വിവാഹത്തിനോ ഞങ്ങൾ എത്തിക്കോളാം എന്ന് പറഞ്ഞു അത്രേ. തെല്ലൊന്ന് ജാള്യതയോടെയാണ് അന്ന് ഭഗവാൻ ആ ഒരു അച്ഛനെയും അമ്മയും യാത്രയാക്കിയത് എന്നാണ് പറയാറുള്ളത്. പിന്നീട് ഒരിക്കലും രാമൻ്റെ ഉണ്ണിയെ കാണാൻ വന്ന കഥ നമ്മളെവിടെയും വായിക്കില്ലെങ്കിലും കൃഷ്ണൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭഗവാന്റെ ആദ്യത്തെ വിവാഹം രുക്മിണി സ്വയംവരം. അത് പറയുമ്പോൾ ആദ്യം പോകേണ്ടത് വിദർഭയിലേക്കാണ് കേട്ടോ. വിദർഭ നഗരത്തിലെ ഭീഷ്മക മഹാരാജാവിൻ്റെ 5 മക്കൾ, 5 ആൺകുട്ടികൾക്കും കൂടി ഉള്ള ഒരു സഹോദരിയാണ് രുക്മിണി. രുക്മാംഗദൻ, രുക്മബാഹു, രുക്മകേതു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭീഷ്മക മഹാരാജാവിൻ്റെ പുത്രി അവസാനം രുക്മിണി അഥവാ തങ്കമണി എന്ന് പറഞ്ഞ ആ ഒരു കന്യകാരത്നവും കൂടി ഉണ്ടായിരുന്നു. ആ കന്യകാരത്നത്തിന് ഈ ചാതുർമാസ്യത്തിന് വരുന്ന ആ ഒരു സന്യാസി ശ്രേഷ്ഠന്മാരെയൊക്കെ എന്താ പറയുക പരിചരിക്കാനുള്ള ആ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അവരിൽ നിന്നും നാരദ മഹർഷിയിൽ നിന്നുമൊക്കെ അനേകം തവണ ഭഗവാനെക്കുറിച്ച്, ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് കേൾക്കാനിടയായി. കേട്ട് ഇപ്പോഴോ രുക്മിണിയുടെ മനസ്സിൽ ഇദ്ദേഹം എൻ്റെ പതിയായി വന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ജനിക്കാനിടയായി. പിന്നീട് അങ്ങോട്ട് കേട്ട അറിവുകൾ വെച്ച് ഭഗവാനെ വരയ്ക്കാനും ചിത്രത്തിൽ നോക്കിയിരിക്കാനും സംസാരിക്കാനും അല്ലെങ്കിൽ തൻ്റെ പതിയായി സങ്കല്പിക്കാനും ഒക്കെ തുടങ്ങി രുക്മിണി. അങ്ങനെ വിവാഹപ്രായമായ രുക്മിണിയെക്കുറിച്ച് ഭീഷ്മക രാജാവിനും തോന്നി, ഈ പുത്രിക്ക് ആരോടോ എന്തോ ഒന്നില്ലേ എന്ന്. എപ്പോഴോ അദ്ദേഹം ആ ഒരു അന്തപുരത്തിൽ വന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം, ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുത്ത ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണൻ്റെ ചിത്രമാണല്ലോ എന്ന്. തൻ്റെ മകളുടെ ഉള്ളിൽ അങ്ങനൊരാഗ്രഹമാണ് ഉള്ളതെങ്കിൽ ഭഗവാൻ നടത്തി കൊടുക്കട്ടെ എന്ന് ആ അച്ഛനും വിചാരിച്ചു. എന്നാൽ പ്രബല ശക്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ രുക്മി ഉണ്ടായിരുന്നു. രുക്മിണിയുടെ അടുത്ത കൂട്ടുകാരനായിരുന്നു ജരാസന്ധനെ നമുക്കെല്ലാവർക്കും അറിയാം. ജരാസന്ധൻ്റെ അനേകം തവണ യുദ്ധം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ദ്വാരക നിർമ്മിച്ചതും മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് ഭഗവാൻ യാദവരെ മാറ്റി താമസിപ്പിച്ചതും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭഗവാനെതിരായിട്ടുള്ള ജരാസന്ധൻ ആരാണെന്ന് ചോദിച്ചാൽ കംസൻ്റെ പത്നിമാരുടെ അച്ഛൻ, അതായത് കംസൻ്റെ അമ്മായിച്ചൻ എന്നൊക്കെ പറയില്ലേ, ഫാദർ ഇൻ ലോ എന്ന് പറയില്ലേ, അദ്ദേഹമാണ് ഈ ജരാസന്ധൻ. അപ്പോൾ തൻ്റെ മക്കളെ 2 പേരെയും വിധവയാക്കിയതിൻ്റെ ദേഷ്യം തീർക്കാനാണ് ഭഗവാനോട് യുദ്ധത്തിന് വന്നിരുന്നത് ജരാസന്ധൻ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ജരാസന്ധൻ്റെ അടുത്ത കൂട്ടുകാരനാണ് രുക്മിണിയുടെ ജ്യേഷ്ഠ സഹോദരനായ രുക്മി. അങ്ങനെ രുക്മിയും ജരാസന്ധനും കൂടിയുള്ള ഒരു തവണത്തെ സംസാരത്തിൻ്റെ ഇടയിൽ എപ്പോഴോ വന്നു ഇങ്ങനെ, രുക്മിണിക്ക് വിവാഹപ്രായമായില്ലേ, വിവാഹപ്രായമായ രുക്മിണിക്ക് വളരെ അനുകൂലനായ അനുരൂപനായിട്ടുള്ള ഒരു വരനെ എൻ്റെ കൈവശമുണ്ട്, ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ശിശുപാലൻ്റെ ജാതകം, കേതി രാജാവായ ശിശുപാലൻ്റെ ജാതകം കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആ ശിശുപാലൻ്റെ ജാതകം കിട്ടിയ സമയത്ത് രുക്മി പറഞ്ഞു, രുക്മിണിയോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ എന്ന് ചോദിച്ച ഉടനെ പറഞ്ഞു ജരാസന്ധൻ, എന്നാൽ പിന്നെ ആ ജാതകം തിരിച്ചു തന്നോളൂ. കാരണം അനേകം രാജകുമാരിമാരുടെ പിതാക്കന്മാർ ഇങ്ങനെ എന്താ പറയുക ക്യൂ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഈ ഒരു രാജകുമാരൻ്റെ ഈ ഒരു ജാതകത്തിനായിട്ട്. അത്രയധികം ഡിമാൻഡുള്ള ആളാണ്. അപ്പം അങ്ങനെ നിങ്ങൾ വെച്ച് താമസിപ്പിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല, അതങ്ങോട്ട് തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ചേതി രാജാവാണെങ്കിലും ഒന്ന് ചോദിക്കാതെ എങ്ങനെയാണെന്ന് രുക്മിണിക്ക് ഒരു തോന്നലുണ്ടെങ്കിലും ഈ ഒരു സംസാരം കേട്ട സമയത്ത് എന്നാൽ പിന്നെ വേണ്ട, എങ്ങനെയാച്ചാൽ നോക്കാം എന്ന് പറഞ്ഞു. ജാതകം നോക്കി പൊരുത്തങ്ങളെല്ലാം യോജിക്കുമെന്ന് കണ്ടു. അങ്ങനെ രുക്മിണിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ആ വിവാഹം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ രുക്മിണിക്ക് വളരെ മനപ്രയാസം ഉണ്ടായി. എൻ്റെ
മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത് ആരോടാ ഞാൻ പറയുക? ആരും എന്നോടൊന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല. ഇഷ്ടമാണോ എന്ന്, അല്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതമാണോ എന്നൊന്നും ചോദിച്ചിട്ട് പോലുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം ഒരിക്കൽ പാർവതി ദേവിയെ തൊഴാനായിട്ട് രുക്മിണി പോയി കേട്ടോ. അതായത് അവരുടെ തന്നെ ആ ഒരു എന്താ പറയുക, രാജകൊട്ടാരത്തിലെ രാജകന്യകമാർ സ്ഥിരമായിട്ട് വെച്ച് ആരാധിക്കുന്ന പാർവതി ദേവിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുന്ന സമയത്ത് കണ്ണുനീരോട് കൂടിയിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ മരിക്കേണ്ടാവുള്ളൂ എന്നൊരു വാചകം പറയുണ്ടായിത്രേ. അത് മനോഗതമായിരുന്നു, അല്ലെങ്കിൽ ആത്മഗതമായിരുന്നെങ്കിൽ പോലും അത് ഇത്തിരി ഉറക്കെയായിപ്പോയി പറഞ്ഞത്. ഇത്തിരി ആ ഒരു ശബ്ദം കൂടിപ്പോയി. ഈ ശബ്ദം കൂടിയ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് കേൾക്കാനിടയായി. സാധാരണ രാജകുമാരിമാരെല്ലാം തൊഴാൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഒഴിച്ച് മാറ്റി നിർത്തിയതിന് ശേഷമാണ് കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ആളുകൾ തൊഴുക. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ രുക്മിണി കുറച്ചധികം ഉറക്കെ സംസാരിച്ചതും ഇന്നും പറയാറുണ്ട് ആചാര്യന്മാർ. എന്നിട്ടും എങ്ങനെയാണ് ഈ ബ്രാഹ്മണൻ അവിടെ വന്നത് എങ്കിൽ, ഈ ബ്രാഹ്മണനാണത്രയും ആ ഒരു അന്തഃപുരത്തിൽ രാമായണം വായിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് മാത്രം ആരും വിലക്ക് കൽപ്പിച്ചില്ല. എഴുന്നേൽക്കണമെന്നോ മാറണമെന്നോ പോകണമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പം അദ്ദേഹം അവിടെ നിന്ന് പതിവ് പോലെ മുറ തെറ്റാതെ ജപം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാർവതി ദേവിയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് രുക്മിണി ഇങ്ങനെ ഒരു വാചകം പറയുന്നത് അദ്ദേഹം കേൾക്കാനിടയായത്. അദ്ദേഹം എഴുന്നേറ്റു വന്നു. എന്നിട്ട് ചോദിച്ചു, മറ്റന്നാൾ വിവാഹം എന്ന ഈ ഒരു അവസ്ഥയിൽ രുക്മിണി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്? ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ലേ എന്ന് രുക്മിണി ചിന്തിച്ചു. എൻ്റെ ഈ മനോരഥം ആർക്കും അറിയില്ല. ആർക്കും അറിയാതെ ഇതിപ്പോൾ നടന്നില്ല എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് കാര്യമില്ല. ആരോടെങ്കിലും എന്ന് പറഞ്ഞാൽ കുറച്ച് ആശ്വാസമെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് അദ്ദേഹത്തിനോട് കാര്യമെല്ലാം പറഞ്ഞു. ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞതും ഈ ബ്രാഹ്മണൻ ചോദിച്ചു അത്രേ, ആട്ടെ ഇത് ശ്രീകൃഷ്ണൻ അറിയാമോ എന്ന് ചോദിച്ചു. ഉടനെ രുക്മിണി ചോദിച്ചു, എനിക്കാരുണ്ട് അദ്ദേഹത്തിനോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ന് ചോദിച്ച സമയത്ത് ഞാനുണ്ട്, ധൈര്യമായിട്ടിരുന്നോളൂ എന്നാണ് ബ്രാഹ്മണൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. ഇത് കേട്ട സമയത്ത് രുക്മിണിക്ക് ആശ്വാസമായി. അപ്പോൾ അങ്ങ് ഞാൻ പോയി പറയാം എന്ന് പറഞ്ഞു. എന്നിട്ട് രുക്മിണി 2 അടി നടന്നപ്പോൾ പറഞ്ഞു, പിന്നെ രുക്മിണി ഞാനങ്ങോട്ട് പോയി പറയുമ്പോഴേക്കും അദ്ദേഹം അങ്ങനെ വിശ്വസിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ട് രുക്മിണി സ്വന്തം കൈപ്പടയിൽ ഒരു എഴുതി തന്നാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു അത്രേ. രുക്മിണിക്ക് ആകപ്പാടെ ഒരു ജാള്യത തോന്നി. എഴുത്തോ? ഞാനെങ്ങനെയാ എഴുതുക എന്ന് ചോദിച്ചപ്പോൾ വേറൊന്നും വേണ്ട, ഈ വരുന്ന ഈ ഒരു ബ്രാഹ്മണൻ എൻ്റെ ആളാണ് എന്ന് പറയാം. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടാണ്, അത്രയും പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും വേണ്ട, ഞാനവിടെ പോയി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രുക്മിണി അവിടെ നിന്ന് പോയി അനേകം നേരത്തെ ചിന്തിച്ചിരിക്കുകയാണ് എന്താണ് ഞാൻ എഴുതേണ്ടത് എന്ന്. ആ തൂലികയൊക്കെ എടുത്തു വെച്ച് എഴുതാൻ ആലോചിച്ചപ്പോഴേക്കും ആ വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെ കടാക്ഷം കൊണ്ട് രുക്മിണിക്ക് വളരെ ഗംഭീരമായ ഒരു പ്രണയലേഖനം തന്നെ എഴുതാൻ സാധിച്ചു എന്നാണ് ആചാര്യൻ പറയാറുള്ളത് കേട്ടോ. അതിൽ ഹേ ഭുവനസുന്ദര എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ തുടങ്ങുന്നത് തന്നെ. ഭുവനസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു കത്തെഴുതി സീല് വെച്ച് മുദ്ര വെച്ച് അങ്ങോട്ട് കൊടുത്തയക്കുകയുണ്ടായി ഈ ബ്രാഹ്മണന് എന്ന് പറഞ്ഞു. ബ്രാഹ്മണൻ ഇവിടുന്ന് അതിവേഗത്തിൽ ശരവേഗത്തിൽ ദ്വാരകയിലെത്തിയ സമയത്ത് ഭഗവാൻ മാത്രമേ അവിടെയുള്ളൂ, ബലരാമസ്വാമി ഇല്ല. അങ്ങ് വരൂ, എന്താണ് കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ദൂതനെ വേണ്ട വിധത്തിൽ ആചാരപൂർവ്വം മര്യാദാപൂർവ്വം ഭഗവാൻ സ്വീകരിച്ച സമയത്ത് പറഞ്ഞു, എനിക്ക് അതീവ രഹസ്യമായൊരു കാര്യമാണ് അങ്ങയോട് പറയാനുള്ളതെന്ന്. രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിന് മന്ത്രമണ്ഡപം എന്ന ഒരു എന്താ പറയുക രാജധാനിയുടെ ഒരു ഭാഗമുണ്ട്. അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് ബാക്കിയെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു കത്ത് ആദ്യം തന്നെ കൊടുത്തു. ഈ കത്ത് കൊടുത്ത സമയത്ത് ഭഗവാൻ ഈ കത്ത് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ കത്ത് കയ്യിൽ വെച്ച സമയത്ത് ഭഗവാന്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കത്ത് ആരാണ് കൊടുത്തയച്ചത് എന്നാണ് അദ്ദേഹം ആദ്യം ചിന്തിച്ചത്. ആ രാമനായി വന്ന സമയത്ത് തൻ്റെ പ്രാണപ്രേയസിയായിട്ടുള്ള സീതാദേവി, ആ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ രാമന് ഈ ജന്മം കൃഷ്ണനായി വന്നപ്പോൾ എന്നെ ഓർമ്മപ്പെടുത്താൻ എന്ന വണ്ണം
അയച്ച ഒരു ലേഖനമല്ലേ ഇത് എന്ന് കയ്യിൽ വെച്ച് ആലോചിച്ച സമയത്ത് ഒരു നിമിഷം കൃഷ്ണൻ രാമനായി മാറിയെന്നാണ് ആചാര്യൻ പറയാറുള്ളത്. ആ രാമന് ഉപേക്ഷിക്കപ്പെട്ട സീതയെക്കുറിച്ച് ഓർമ്മ വന്നു എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് അങ്ങ് തന്നെ വായിച്ചോളൂ എന്ന്. ബ്രാഹ്മണനാകെ കൂടി ഒരു പരിഭ്രമം, ഇതെന്താ അപ്പം ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവമുള്ള ഈ ഒരു എഴുത്ത് എന്നോട് വായിക്കാൻ പറയുന്നത്? കൃഷ്ണൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എഴുത്തും വായനയും അറിയാത്തതുകൊണ്ടല്ല, പിന്നെ അദ്ദേഹത്തിന് വേണ്ടത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, എന്താണ് നിശല്യ? എന്തായാലും അദ്ദേഹം വായിക്കാൻ തുടങ്ങി. ഹേ ഭുവന സുന്ദര ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വ ദാംതേ എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രണയലേഖനം ഹേ ഭുവന സുന്ദര എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഭഗവാന് നന്നേ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭുവന സുന്ദര എന്ന് വിളിച്ചപ്പോൾ ഒരു നിമിഷം ഭഗവാൻ ഒന്ന് അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്നുള്ള ഭാവത്തിൽ ഒന്ന് ഇളകിയിരുന്നു അത്രേ. എന്നിട്ട് രുക്മിണി പറയുന്നത്, അങ്ങ് എന്നെ വന്ന് സ്വീകരിക്കണം. എന്നെ ഇവിടെ ശിശുപാലാദി ആളുകളെല്ലാം വിവാഹം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് സിംഹത്തിന് വെച്ച ആ ഒരു കനി അല്ലെങ്കിൽ സിംഹത്തിന് വെച്ച മാനിനെ അത് കുറുക്കൻ കൊണ്ടുപോകുന്നതിന് തുല്യമാണ്. അങ്ങാണ് എന്നെ സ്വീകരിക്കാൻ യോഗ്യനായിട്ടുള്ളത്. അത് അങ്ങേക്ക് എന്നെ സ്വീകരിക്കാൻ എനിക്ക് എന്താണ് യോഗ്യത എന്ന് ചോദിച്ചാൽ, ഞാൻ അനേകം സജ്ജനങ്ങളെ പരിപാലനം ചെയ്തതിൻ്റെ പുണ്യമുണ്ട് എനിക്ക്. ഇനി ഇതൊന്നും പോരാ, അങ്ങേക്ക് എന്നെ സ്വീകരിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഞാൻ ഈ ദേഹം വെടിഞ്ഞ് ഇനിയും അനേകം ജന്മങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് എൻ്റെ ശ്രീകൃഷ്ണനിലേക്ക് എത്താൻ എന്നാണ് ആ ഒരു രത്നചുരുക്കം അതിൻ്റെ എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഭഗവാൻ ഇങ്ങനെ, ഞാനേ ബ്രാഹ്മണനോട് ഒരു ചിരിയോടുകൂടി പറയാണ്, ഞാനേ അനേകം ചീത്തപ്പേരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. അങ്ങേക്ക് അറിയാം, അങ്ങും കേട്ടിട്ടുണ്ടാവും, ഗോപികമാരായിട്ട് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് എന്നെക്കുറിച്ച് ആളുകൾ പറയണത്. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നാടങ്ങട് വിട്ടു. വൃന്ദാവനം വിട്ട് പോന്നിട്ടും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ മധുരയിലേക്ക് അങ്ങോട്ട് കടന്ന ആ ദിവസം തന്നെ ത്രിവക്ര എന്നറിയപ്പെടുന്ന കുബ്ജ എന്നെ ഇങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയൊക്കെ ഉണ്ടായി. അതൊക്കെ ഇപ്പം എന്താ ചെയ്യുക, അവരെന്നെ അങ്ങോട്ട് ക്ഷണിച്ചതാണ് കേട്ടോ. എന്നാലും എനിക്ക് ആ ചീത്തപ്പേര് പിന്നെ അവിടെ നിലനിന്നു. അവിടെ നിന്നും ഞാൻ നാട് വിട്ടു. ഇപ്പോൾ ദ്വാരക ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഈ സമുദ്രത്തിൻ്റെ നടുക്കിലൊക്കെ കഴിഞ്ഞ് ഓടുമ്പോൾ ഞാൻ ആലോചിക്കണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് സൽപ്പേരൊക്കെ ഉണ്ടായാൽ നന്നായി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെ ഞാൻ പെണ്ണ് വിഷയത്തിലൊന്നും അങ്ങനെ കയറി ഇടപെടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഒരു തമാശ ഭാവേന പറയാൻ തുടങ്ങിയ കൃഷ്ണൻ്റെ മുമ്പിൽ ഇളകിയിരുന്നു കൊണ്ട് ബ്രാഹ്മണൻ പറഞ്ഞു അത്രേ, ഞാനാണിത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ഇത് ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഉടനെ പറഞ്ഞു, അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണം, മറ്റാരും കേൾക്കാനിടയാവരുത് എന്ന്. ഈ ഞാനാണിത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ നിമിഷം അദ്ദേഹം ശരിക്കൊന്ന് ശ്രദ്ധിച്ചു ബ്രാഹ്മണനെ. ആരായി ഞാനാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയണത്? മറ്റാരുമായിരുന്നില്ല, ശ്രീരാമദേവനായി. അദ്ദേഹം ഈ ഭൂമിയിൽ ഈ ധാമത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് വാത്മീകി മഹർഷിയായിരുന്ന അദ്ദേഹമാണ് ഇപ്പോൾ ഈ ഒരു ബ്രാഹ്മണനായി വന്നിരിക്കുന്നത്. വാത്മീകി കണ്ട സമയത്ത് വാത്മീകി മഹർഷിക്ക് ഇദ്ദേഹം ഇത് കൊടുക്കാൻ തയ്യാറായി കേട്ടോ. എന്താ പറയുക, മോക്ഷം കൊടുക്കാൻ. എല്ലാവരും ഈ സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് മോക്ഷം നൽകാൻ ഇടയായ സമയത്ത് വാത്മീകി പറഞ്ഞു അത്രേ, ഈ ഭൂമിയിൽ തന്നെ എനിക്ക് എന്താ പറയുക, രാമനും സീതയും ഒന്നായി കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് അത് നടക്കാതെ എനിക്കൊരു മോക്ഷവും വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രാഹ്മണനായിട്ട് ഇദ്ദേഹം രണ്ടാമത് വന്നിരിക്കുന്നത്. ഞാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ആ ഒരു ഒറ്റ യദുനന്ദന എന്ന് വിളിച്ചിട്ടാണ് അത്രേ ഇദ്ദേഹം അഭിസംബോധന ചെയ്തത്. അത് കേട്ടപ്പോൾ തന്നെ ഭഗവാൻ മനസ്സിലായി, രഘുനന്ദന എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ആരാണോ പറഞ്ഞിരുന്നത് ആ രഘു എന്ന് വിളിച്ച ആൾ തന്നെയാണ് യദു എന്ന് വിളിക്കുന്നത് എന്ന് കേട്ട സമയത്താണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് വാത്മീകിയാണ് വന്നിരിക്കുന്നത്, മറ്റാരുമല്ല, വാത്മീകി മഹർഷിയാണ് വന്നിരിക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു, രണ്ട് കൈയും ബ്രാഹ്മണൻ്റെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, ഞാൻ കൊണ്ടുവന്നോളാം അവളെ എന്ന്. അത് കേട്ട സമയത്ത് ബ്രാഹ്മണന് സന്തോഷമായി. അങ്ങനെ ബ്രാഹ്മണനും അതുപോലെ തന്നെ ഭഗവാനും കൂടിയിട്ട് അന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ പുറപ്പെടുന്ന സമയത്ത് നേരം ഏകദേശം ഇരുട്ടായ സമയമായി. ആ സമയത്ത് കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിന് ഒന്ന് എന്താ പറയുക, ലോസ്റ്റ് ഇൻ തോട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ആയി ഇത്രേ. കുറച്ച് നേരത്തേക്ക് ഭഗവാൻ ഈ ലോകത്തല്ലേ എന്ന് തോന്നുന്ന
തരത്തിലായി. ആ സമയത്ത് ബ്രാഹ്മണനെ ഒന്ന് തട്ടി വിളിച്ച സമയത്ത് ഉറക്കാൻ പോയതാണ് എന്നായിരുന്നു അത്ര അദ്ദേഹത്തിൻ്റെ മറുപടി. ആരെയാണ് ഉറക്കാൻ പോയത്? രുക്മിണിയെയാണ്. അനേകം ദിവസങ്ങളായിട്ട് തൻ്റെ വിവാഹം മറ്റാരെങ്കിലുമായി നടക്കുമോ എന്ന ഭയത്താൽ ഉറക്കം പോലും ഇല്ലാതിരിക്കുകയായിരുന്നു നമ്മുടെ ഈ ഒരു ബ്രാഹ്മണന്, രുക്മിണിക്ക്. അപ്പോൾ ആ രുക്മിണിയെ ഉറക്കാനായിട്ടാണ് ഭഗവാൻ ഇപ്പോൾ പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലായത്. അന്ന് രാത്രി എന്തുകൊണ്ടെന്നറിയില്ല, ഭഗവാന്റെ ആ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നുന്നത് കൊണ്ടോ എന്തായാലും വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ ഗാഢമായിട്ട് ഉറങ്ങാൻ രുക്മിണിക്ക് സാധിച്ചു എന്നാണ് പറയാറുള്ളത്. പിറ്റേ ദിവസം രുക്മിണി തന്നെ തൻ്റെ ആ ഒരു കത്തിൽ എഴുതിയിരിക്കുന്നത് ആ പാർവതീ ദേവിയുടെ ദർശനത്തിനായിട്ട് വരുന്ന സമയത്ത് എന്നെ മറ്റു രാജാക്കന്മാർ നോക്കി നിൽക്കെ അങ്ങ് പാണിഗ്രഹണം ചെയ്യണം എന്നൊക്കെയാണ്. അതിന് തക്കതായിട്ട് കൽപ്പിച്ചുകൂട്ടി തന്നെയാണ് ഭഗവാൻ പോയിരിക്കുന്നത്. ഭഗവാൻ അവിടെ വന്നു എന്ന് അറിഞ്ഞ ഭീഷ്മക മഹാരാജാവ്, അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല, രുക്മിണിയെ കൊണ്ടുവന്ന് തന്നെയാണ് വന്നിട്ടുണ്ടാവുക എന്ന് ഉറപ്പായി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഓടിപ്പോയി സ്വീകരിച്ചു, കൂട്ടിക്കൊണ്ടുവന്ന് നേരെ കൊണ്ടുപോയി ആ വരനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള മണിമാളികയിലാണ് ഭഗവാനെ കൊണ്ടുപോയി ഇരുത്തിയത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അപ്പോഴേക്കും ശിശുപാലൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ശിശുപാലനെ സാധാരണ ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്തു എന്നാണ് കഥ. എന്തായാലും ഭഗവാൻ അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ രുക്മിണി പറഞ്ഞതുപോലെ ആ ഒരു പാർവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് കൂടി നിൽക്കുന്ന മഹാജനങ്ങളെല്ലാം ഭഗവാനെ കണ്ടതും ഇങ്ങനെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട, ആരാണ് ഇത്ര മനോഹരനായിട്ടുള്ള ആ ഒരു രാജകുമാരൻ, ഇദ്ദേഹമാണ് ഈ രുക്മിണിയെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നതെങ്കിൽ എന്തായാലും നന്നാവും. രുക്മിണി ഈ ഒരു നീല കളറുള്ള ആ ഒരു രാജകുമാരൻ അദ്ദേഹമാണ് വിവാഹം കഴിക്കുന്നത് വെച്ചാൽ നന്നാവും എന്നിങ്ങനെ ആലോചിച്ചു കിട്ടും. അങ്ങനെ പറയാൻ തുടങ്ങി പരസ്പരം. അപ്പോഴേക്കും രാജകിങ്കരന്മാർ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ, രുക്മിണി രാജകുമാരിയുടെ വിവാഹം മറ്റൊരു രാജകുമാരനായിട്ട് നിശ്ചയിച്ചത് അറിയില്ലേ, അതുകൊണ്ട് ഇങ്ങനെ കണ്ട രാജകുമാരന്മാരെയൊന്നും ചേർത്ത് പറയാൻ പാടില്ല, അങ്ങനെ ആ ഒരു രാജകുമാരൻ രുക്മിണിയെ വിവാഹം കഴിച്ചാൽ നന്നായിരിക്കും എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, എന്നാ വേണ്ട, രുക്മിണി ഇദ്ദേഹത്തിനെ വിവാഹം കഴിച്ചാലും മതി എന്നായി. എന്തായാലും അവരെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് പോകാൻ തയ്യാറായില്ല കേട്ടോ. അത് അവർ ഉറപ്പിച്ച് തന്നെ പറഞ്ഞു, കൃഷ്ണന് ചേരുന്നത് രുക്മിണിയാണ് അല്ലെങ്കിൽ രുക്മിണിക്ക് ചേരുന്നത് കൃഷ്ണനാണ് എന്ന് അവർ ഉറപ്പിച്ച് തന്നെ പറയാൻ തുടങ്ങി. എന്തായാലും ഇത് കേട്ടുകൊണ്ടാണ് ആ രുക്മിണി പാർവതീദേവിയെ കാണാനായിട്ട് ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളി വരുന്നത്. ഇത് കേട്ട രുക്മിണിക്കും വളരെ സന്തോഷം തോന്നി. ഒന്ന് ഭഗവാനെ കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് രുക്മിണി ഇങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഭഗവാന്റെ തേര് അവിടെ വന്ന് നിന്നു. രുക്മിണി നേരെ പോയി പാർവതീദേവിയെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമസ്തേ ത്വാംബികേ ഭീഷണം സുസന്താന യുധാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതാം എന്നാണ്. അമ്മേ ഭഗവതി, അമ്മേ പാർവതീദേവി, എന്നെ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ വിവാഹം കഴിക്കാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് പ്രാർത്ഥിച്ചത് എന്നാണ് പറയാറുള്ളത്. അമ്മയോട് അനുവാദം ചോദിക്കാതെയാണ് ഞാനൊരു കത്ത് എഴുതി കൊടുത്തയച്ചത് എന്നും അതിൽ അമ്മയ്ക്ക് ഒരു പരിഭവവും തോന്നരുത് എന്നും, അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു വിവാഹത്തിന് മുതിരയാണ്, അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതീദേവി 2 കൈയും വെച്ച് ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ആ സമയത്ത് ഒരു മാറ്റവും ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ അല്ല അങ്ങേക്ക് സ്ഥാണുമാൻ പെരുമാൾ എന്നൊക്കെ ഒരു പേര് വന്നിരിക്കുന്നത്, തൂണ് പോലെ ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് അനുഗ്രഹിക്കൂ രുക്മിണിയെ എന്നാണ് ഇത്രയും പാർവതി. അപ്പോൾ ഓക്കെ എന്താ പറയുക, ശരി അനുഗ്രഹിച്ചിരിക്കണു എന്നുള്ള ഭാവത്തിൽ അത്രേ ഉണ്ടായുള്ളൂ മഹാദേവൻ എന്നാണ് പറയണത്. അപ്പോഴാണ് ഉണ്ണി ഗണപതി ഓടി വന്നിട്ട് എനിക്ക് അനുഗ്രഹിക്കണം, എവിടെ എനിക്ക് അനുഗ്രഹിക്കണം എന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് പാർവതീദേവി പറഞ്ഞു അത്രേ, അതെ ആ ഒരു മുല്ലപ്പൂ മാലയൊന്നും നാശാക്കാത്ത തരത്തിൽ വേണം നിൻ്റെ തുമ്പിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ, തുമ്പിക്കൈ കൊണ്ട് മുല്ലപ്പൂ മാലയൊന്നും നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ പാർവതീദേവി വന്നത്. ആ സമയത്ത് ആ കുഞ്ഞു തുമ്പിക്കൈയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് ധനധാന്യ സമൃദ്ധിരസ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ണി ഗണപതി അനുഗ്രഹിച്ചത്. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പാർവതീദേവി മഞ്ഞൾപ്പൊടി എടുത്ത് ആ ഒരു 2 കവിളത്തും ഇങ്ങനെ രുക്മിണിക്ക് തേച്ച് കൊടുത്തുകൊണ്ടാണ് അത്ര അനുഗ്രഹിച്ചു വിട്ടത്. ആ അനുഗ്രഹമൊക്കെ നേടിക്കൊണ്ട് രുക്മിണി
പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ കൃഷ്ണൻ നിൽക്കുന്നുണ്ട് എന്നറിയാം. എന്നാലും ഇന്നത്തെ കാലത്തെ പോലെയല്ല കേട്ടോ, നേരെ അങ്ങോട്ട് നോക്കാൻ വയ്യാന്ന് തോന്നിയിട്ടായിരിക്കണം ആ ഒരു പാർവതി ദേവിയുടെ അനുഗ്രഹത്തിൻ്റെ ബലത്തിൽ മാത്രം നിൽക്കുകയാണ് ഞാനിപ്പോൾ എങ്ങനെയാണ് ഒന്ന് നോക്കുക എന്ന് വിചാരിച്ചിട്ട് ആ ഒരു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ആ ഒരു മുടിയൊക്കെ ഒതുക്കാൻ എന്ന ഭാവത്തിൽ ഒന്ന് കൈകൊണ്ടൊക്കെ എടുത്ത് മാറ്റി ഒന്നിങ്ങനെ ഒന്ന് നോക്കി. ആ നോക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടതും അവിടെ ആ സമയത്ത് കൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ശിശുപാലൻ്റെയും ജരാസന്ധൻ്റെയും രുക്മിണിയുടെയും ഒക്കെ ആളുകളായിട്ടുള്ള അനേകം രാജാക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ രുക്മിണിയുടെ ഒറ്റ നോട്ടത്തിൽ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് പറയണത്. അത്ര മനോഹാരിതയായിരുന്നു രുക്മിണിയുടെ നോട്ടത്തിന് എന്നാണ് പറയണത്. അവിടെ വീഴാതെ നിന്ന് ഒറ്റ ആളേ ഉള്ളൂ ഇത്രേ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ. ഭഗവാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വീണ് കിടക്കുകയാണ് കേട്ടോ. രുക്മിണി ഇറങ്ങി വന്നു. ആ ഒരു എന്താ പറയുക, പടവുകൾ ഓരോന്നായിട്ട് ഇറങ്ങി വന്ന് ഭഗവാന്റെ ആ ഒരു തേരിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഏകദേശം എന്നെ ഇപ്പം വിളിക്കും എന്ന് കരുതി ഒരു 10 സെക്കൻഡ് നിന്ന സമയത്ത് രുക്മിണിക്ക് തോന്നി ഇത് ശരിയാവില്ല, എന്നെ കൊണ്ടുപോകാനാണ് വന്നത് എന്നൊക്കെ ഞാൻ വെറുതെ വിചാരിക്കുകയാണ്. എന്നെ കൊണ്ടുപോകാനൊന്നും അല്ല വന്നിരിക്കുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്ത് ചെയ്യാനാ, ഞാൻ പോവുകയാണ് എന്നുള്ള ഭാവത്തിൽ ഒരു 10 അടി അങ്ങോട്ട് നടന്ന സമയത്ത് ആ ഒരു രുക്മിണിയുടെ തേര് അവിടെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ തേര് കണ്ടതും 2 അടി അങ്ങോട്ട് നടന്നു. ഞാൻ ഇനി എൻ്റെ ഏട്ടൻ്റെ കൂടെ പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ കരുതി ഒരു 10 അടി മുന്നോട്ട് അങ്ങോട്ട് നടന്നു തുടങ്ങിയപ്പോഴാണ് ഭഗവാൻ വിചാരിച്ചത്, എൻ്റെ തേരിൽ കയറാണ്ടത് ഇപ്പം എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇറങ്ങി നിൽക്കൂ, അതല്ല ഇതാണ് നമ്മുടെ തേര് എന്ന് കരുതി പിന്നാലെ ഓടിയിത്രേ. ഈ പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ അത്രേ മഹാദേവൻ പറഞ്ഞത്, നന്നായി കേട്ടോ, ഇപ്പോഴാ എന്നാൽ ബലേഷ് രുക്മിണി മിടുക്കത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ അദ്ദേഹം അനുഗ്രഹിച്ചത്. എല്ലാ മംഗളങ്ങളും ഉണ്ടാവട്ടെ രുക്മിണിക്ക് എന്ന്. അതെന്താ കാരണം, പണ്ടേ ആ ഒരു ചുമലിൽ കിടക്കുന്ന വേഷ്ടി ഒന്നും കൂടെ മാറ്റിയിട്ടിട്ട് ഒരു മോഹിനി രൂപം കൊണ്ടിട്ട് 74 ലോകത്തിലാണ് എന്നെ ഓടിച്ചത്. ഒരു 10 അടിയെങ്കിൽ 10 അടി ഒന്നും ഓടിക്കാൻ പറ്റിയില്ലോ അദ്ദേഹത്തിന്, നന്നായേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലാണ് അത്ര ഓടിച്ചത്. എന്തായാലും മഹാദേവൻ അനുഗ്രഹിച്ചത്. ഈ മഹാദേവൻ്റെ അനുഗ്രഹവും കൂടി കിട്ടിയിട്ടാണ് രുക്മിണിയോട് ഭഗവാൻ പറഞ്ഞത്, അതല്ല തേര്, ഇതാണ് നമ്മുടെ തേര് എന്ന്. അപ്പോൾ രുക്മിണിയും വിചാരിച്ചു ഭഗവാൻ പറഞ്ഞു രുക്മിണിയോട്, രുക്മിണിയുടെ ആ ഒരു കത്തിൽ പറഞ്ഞത് എന്താ, എല്ലാ രാജാക്കന്മാരും നോക്കി നിൽക്കുന്ന സമയത്ത് എന്നെ പാണിഗ്രഹണം ചെയ്യുക എന്നുള്ളതല്ലേ. ഇവരൊക്കെ മോഹാലസ്യപ്പെട്ട് കിടക്കല്ലേ, ഇവരൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് വേണ്ട എനിക്ക് രുക്മിണിയുടെ കൈ പിടിക്കാമെന്ന് വിചാരിച്ച് നോക്കിയതല്ലേ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രേ ഭഗവാൻ നേരെ പോയി രുക്മിണിയെ ആ തേരിലേക്ക് കയറ്റിയത്. ആ സമയമുണ്ട് ബലരാമസ്വാമി മുമ്പിൽ അങ്ങോട്ട് കയറി നിന്നു. ആ തേരോടുകൂടി ഭഗവാൻ ഞെട്ടിപ്പോയി ഇത്രേ. ഞാൻ ഏട്ടനോടൊരു വാക്ക് പോലും പറയാതെയാണ് അവിടുന്ന് ഇറങ്ങി പോകുന്നത്, ഏട്ടൻ എപ്പോഴാണ് ദ്വാരകയിലെത്തിയതെന്ന്. അദ്ദേഹം ദ്വാരകയിലെത്തിയ സമയത്ത് ശ്രീകൃഷ്ണൻ എവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹവുമായി മന്ത്രമണ്ഡപത്തിലിരുന്ന് സംസാരിച്ചു. പിന്നെ എന്താ പറയുക, ഷഡ്ഡുല വേഗത്തിലാണ് ബ്രാഹ്മണനും ഭഗവാനും കൂടി ഇവിടെ നിന്ന് പോയത്, എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇത് കേട്ട സമയത്ത് ബലരാമസ്വാമി അദ്ദേഹത്തിൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ എല്ലാം മനസ്സിലാക്കിയിത്രേ. അദ്ദേഹത്തിന് തോന്നിയിത്രേ, പണ്ട് ശ്രീരാമനായ സമയത്ത് ഞാനാണ് സീതാദേവിയെ കൊണ്ട് കാട്ടിൽ ഉപേക്ഷിച്ചത്, ഇന്ന് ഈ ഒരു ശ്രീകൃഷ്ണനായിട്ട് വരുമ്പോൾ ആ സീതയായിട്ടുള്ള രുക്മിണിയെ സ്വീകരിക്കുന്നതിന് ഞാൻ തന്നെ മുന്നിൽ നിൽക്കണമെന്ന്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ സർവ്വസൈന്യത്തോടും പറഞ്ഞു ഇത്രേ, കണ്ണടയ്ക്കൂ എന്ന്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ദ്വാരകയിലുണ്ട്. അങ്ങനെ ദ്വാരകയിലെ സൈന്യം മുഴുവനും കൊണ്ടാണ് ഈ ബലരാമസ്വാമി ഇവിടെ എത്തിയിരിക്കുന്നത്. ബലരാമസ്വാമി തേരിന് മുന്നിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അനുജൻ ശ്രീകൃഷ്ണൻ ഇതാ വിദർഭാപുരിയിലെ രാജകുമാരിയായ രുക്മിണിയെ വിവാഹം കഴിക്കുകയാണ്. ഇതിൽ സന്തോഷിക്കുന്നവർക്ക് ദ്വാരകയിലേക്ക് സ്വാഗതം, നിങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാം. അല്ല, ഇതിൽ എതിർപ്പുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട രുക്മിയും മറ്റ് കുറച്ചു പേര് കൂടി യുദ്ധത്തിന് വന്നു. എല്ലാവരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച രുക്മിയെ വധിക്കാതെ വിരൂപനാക്കി വിട്ടു എന്നാണ്
ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത്. ആ സമയം ശിശുപാലൻ എന്ത് സംഭവിച്ചു? ശിശുപാലനെ ജരാസന്ധൻ വേഗം വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ മണവാളൻ്റെ വേഷമൊക്കെ കെട്ടി നിൽക്കുകയാണ്. മുഹൂർത്തമായോ ചോദിച്ചപ്പോൾ ആ മുഹൂർത്തമൊക്കെ കഴിഞ്ഞു, വേഗം കൂടെ വന്നോളൂ എന്ന് പറഞ്ഞു. മുഹൂർത്തം കഴിഞ്ഞു ചോദിച്ചപ്പോൾ അല്ല, ഞാൻ ഇതിലും നല്ല കന്യകേനെ അങ്ങേക്ക് വേണ്ടി നേരേക്ക് തരാം, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടുന്ന് പോവാം, കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയാൻ നിൽക്കണ്ട, നാണക്കേടാവും എന്ന് പറഞ്ഞ് തലയിൽ ഉണ്ടിട്ടിട്ടാണ് അത്രേ ജരാസന്ധൻ ശിശുപാലനെയും കൊണ്ടുപോയത്. ദുര്യശസ്സിനെ വിവാഹം ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് ശിശുപാലൻ പോയത് എന്നും അനുസ്മരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവരെ എല്ലാവരും കൂടി, അതായത് ദ്വാരകയിലെ സൈന്യവും ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും രുക്മിണിയും കൂടി ഈ ദ്വാരകയിലേക്ക് വരുന്ന സമയത്ത് ആ ദ്വാരകയുടെ കവാടത്തിൻ്റെ അവിടെ രുക്മിണി കൃഷ്ണന്മാർക്ക് സ്വാഗതം എന്ന് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട സമയത്ത് ഭഗവാൻ വിചാരിച്ചു, ഇത്രയും ഞാൻ ആരോടും പറയാതെയല്ലേ പോയത്, ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന്. ആ അത്ഭുതത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് മുന്നോട്ട് നടക്കും തോറും ആ ദ്വാരക മുഴുവൻ ഗംഭീരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ അലങ്കാര പണികളൊക്കെ ഇത്ര സമയം കൊണ്ട് ആരാണ് ഇതൊക്കെ ചെയ്തത് അദ്ദേഹത്തിനൊന്നും മനസ്സിലാവണില്ല. പിന്നെയും മുന്നോട്ട് പോവുകയാണ്. ആ രുക്മിണിയെ ആ വാദ്യഘോഷങ്ങളോടുകൂടി, പുഷ്പവൃഷ്ടിയോടുകൂടി വാദ്യഘോഷങ്ങളോടുകൂടി സ്വീകരിച്ചുകൊണ്ട് വരൂ ഉണ്ണി, മുഹൂർത്തം കഴിയാറായി എന്ന് പറയാൻ സാന്ദീപനി മഹർഷിയുണ്ട്, ഗൃഗാചാര്യരുണ്ട്, എല്ലാവരും അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്, മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുന്നു. മന്ത്ര ആചാര വിധി പ്രകാരം വിവാഹം നടത്തുന്നു. വിവാഹത്തിന് ശേഷം 4 മണിമാലയും കൊണ്ട് യശോദമ്മ വരുന്നു, ദേവകി അമ്മ വരുന്നു. ഓരോരുത്തരും രുക്മിണിയെ പണ്ടം, അതായത് സ്വർണം കെട്ടി ആനയിക്കുന്നു, പാലും പഴവും കൊടുക്കുന്നു. ആ സമയത്താണ് ഒരു കെട്ടിലയും കൊണ്ട് വേർത്ത് മുങ്ങിക്കൊണ്ട് നാരദ മഹർഷി വരുന്നത്. വീണാപാണിയായി വരേണ്ട നാരദ മഹർഷിയുടെ കയ്യിൽ ഒരു കെട്ട് ഇലയാണത്രേ. ഓടി വന്നുകൊണ്ട് ആ ഇലക്കെട്ട് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, പിന്നെ ഉണ്ണി കൃഷ്ണ, അങ്ങ് ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും ഒന്ന് അറിയിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അത്രേ. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ ഒരു നാരദ മഹർഷിയാണ്. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരെയും എല്ലാം അറിയിച്ചത് നാരദ മഹർഷിയാണ് എന്ന് മനസ്സിലായി ഭഗവാന്. ആ സമയത്തുണ്ട് ആ പാചകശാലയുടെ അടുത്ത് നിന്ന് ഭീമസേനൻ പറയുന്നു, ഈ നാരദൻ ശ്രീനാരദ മഹർഷി എവിടെയാണ് പോയിരിക്കണത്? അല്ലെങ്കിലും ഈ പാട്ടൊക്കെ പാടി നടക്കുന്ന മഹർഷിമാരുടെ അടുത്ത്, ഈ വീണയൊക്കെ പിടിച്ച് നടക്കേണ്ട ആളുടെ അടുത്ത് ഇലക്കെട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഇലക്കെട്ട് കൊണ്ടുവരാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, എന്താ ചെയ്യുക? ഈ സമയത്തിന് സാധനം കിട്ടിയില്ലെങ്കിൽ സദ്യയൊക്കെ ഒരുക്കുന്നതിൽ ഞാനെങ്ങനെയാണ് വിജയിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഭീമസേനൻ അവിടെ നിന്ന് പുറത്തു വരുന്നത് കണ്ടു. ഇത് കണ്ട സമയത്തുണ്ട് ഭഗവാൻ നോക്കുമ്പോൾ എന്താണെന്നറിയോ, 4 തരം പായസങ്ങളടക്കമുള്ള സദ്യ അവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഭീമസേനൻ ഇലയിട്ട് വിളമ്പാറായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ഒരുങ്ങാനൊന്നും ബാക്കിയില്ല. അങ്ങനെ ഒരുക്കി ഒരു മഹാമേളയായി ആ വിവാഹം നടത്തി. എല്ലാവരും നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. ആ നാരദ മഹർഷിയുടെ എന്താ പറയുക നേതൃത്വത്തിൽ രുക്മിണി കൃഷ്ണന്മാർ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. രുക്മിണി കൃഷ്ണന്മാർ നീണാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. ഞാനിതിൻ്റെ ഇടയിൽ കുറേ ടങ് സ്ലിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കഥയിൽ എൻ്റെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ചുറ്റും ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് ഇടയ്ക്ക് എൻ്റെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ടങ് സ്ലിപ്പ് വന്നിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പതിവ് പറയുന്ന പോലെ തന്നെ ആ തെറ്റുകളെല്ലാം നിങ്ങളെല്ലാവരും ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം വൈൻഡപ്പ് ചെയ്യുന്നത്. ഇന്ന് ഈ ഒരു പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന്, ഈ ഒരു കുതിരമാളികയിൽ നിന്ന്, പുത്തൻ മാളിക എന്നറിയപ്പെടുന്ന ഈ കുതിരമാളികയിൽ നിന്ന് നിങ്ങളോട് ശ്രീകൃഷ്ണൻ്റെയും രുക്മിണിയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ കൂട്ടിക്കൊണ്ടുപോയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ. ആചാര്യന്മാരെ അനുസ്മരിക്കുന്ന രീതിയിലൊന്നും അനുസ്മരിക്കാൻ എനിക്കറിയില്ല എന്ന് ഞാൻ പതിവ് പോലെ പറയുകയാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ രുക്മിണി കൃഷ്ണന്മാരുടെ ആ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്ന് തന്നെ വിചാരിക്കുക. ഈ ഒരു ഇന്നത്തെ കാലത്തെ ഒരു ഇൻറ്റിമേറ്റ് വിവാഹം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇതൊരു വിവാഹ മണ്ഡപമാണെങ്കിലോ, ഈ ഒരു സ്വാതി തിരുനാൾ കൊട്ടാരം ഈ ഒരു ഇൻറ്റിമേറ്റ് വിവാഹത്തിൻ്റെ വേദിയാണെങ്കിലോ, ഇവിടുത്തെ ആ ഒരു വരൻ ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലോ, വധു രുക്മിണിയാണെങ്കിലോ, പങ്കെടുക്കുന്ന പ്രിയജനങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണെങ്കിലോ,
എന്ത് രസമായിരിക്കുമല്ലേ അത് സങ്കല്പിക്കാൻ. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്താട്ടോ. വളരെ 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 നന്ദി. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.